ഉത്തരാഫ്രിക്കൻ തീരത്തുള്ള സ്പെയിനിന്റെ അധീനതയിലുള്ള അതിർത്തി പ്രദേശമായ സെയൂതയിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇരച്ചുകയറിയതിനെ തുടർന്ന് യൂറോപ്പിൽ വീണ്ടും കടുത്ത കുടിയേറ്റ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. കടൽ മാർഗവും അതിർത്തിയിലെ കൂറ്റൻ വേലികൾ തകർത്തും ആയിരക്കണക്കിന് ആളുകളാണ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ സ്പാനിഷ് പ്രദേശത്തേക്ക് കടന്നുകയറിയത്. അതിർത്തി സുരക്ഷാ സംവിധാനങ്ങളെയും തീരദേശ പ്രതിരോധ നിരകളെയും പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അഭയാർത്ഥികളുടെ വൻ ഒഴുക്കുണ്ടായത്. ഇതോടെ മേഖലയിലെ ക്രമസമാധാനം പൂർണ്ണമായും തകരുകയും സ്പാനിഷ് സർക്കാർ കടുത്ത സുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. സാഹചര്യം അതീവ ഗുരുതരമായതിനെ തുടർന്ന് രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ സ്പെയിൻ സർക്കാർ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നൂറുകണക്കിന് അടിയന്തര പോലീസ് സേനാംഗങ്ങളെയും ക്രമസമാധാന പാലനത്തിനായി സെയൂതയിലേക്ക് കേന്ദ്ര സർക്കാർ അയച്ചു. കടലിലൂടെ നീന്തിയും അതിർത്തി കവചങ്ങൾ ഭേദിച്ചും എത്തിയ ആളുകളെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് പലപ്പോഴും ബലപ്രയോഗം നടത്തേണ്ടി വരുന്നുണ്ട്. അതിർത്തി താവളങ്ങൾക്ക് ചുറ്റും വൻ സുരക്ഷാ കവചമാണ് സ്പാനിഷ് സൈന്യം തീർത്തിരിക്കുന്നത്. ഈ പെട്ടെന്നുള്ള കുടിയേറ്റ തരംഗം യൂറോപ്യൻ യൂണിയനിനുള്ളിൽ വീണ്ടും വലിയ രാഷ്ട്രീയ നയതന്ത്ര തർക്കങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അനിയന്ത്രിതമായ നിയമവിരുദ്ധ കുടിയേറ്റം യൂറോപ്പിന്റെ അതിർത്തി ഭദ്രതയ്ക്ക് തന്നെ വൻ ഭീഷണിയാണെന്ന് പ്രമുഖ യൂറോപ്യൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സംഭവത്തോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രംഗത്തെത്തി. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിൽ പരാജയപ്പെടുന്ന രീതി യൂറോപ്യൻ വൻകരയുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് മെലോണി കുറ്റപ്പെടുത്തി. നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അസാധാരണമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് ഇറ്റലി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പെയിനുമായുള്ള ഷെൻജൻ മേഖല കരാർ താൽക്കാലികമായി റദ്ദാക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന മുന്നറിയിപ്പും ഇറ്റലി നൽകി. പാസ്പോർട്ട് രഹിത യാത്ര അനുവദിക്കുന്ന ഷെൻജൻ കരാർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്താൽ അത് യൂറോപ്യൻ യൂണിയനിലുള്ളിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്ര സഞ്ചാരത്തെയും വ്യാപാരത്തെയും സാരമായി ബാധിക്കും. ഇറ്റലിയുടെ ഈ മുന്നറിയിപ്പ് യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സ്പാനിഷ് പ്രദേശമാണ് സെയൂത. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടങ്ങളിൽ ഒന്നായാണ് കുടിയേറ്റക്കാർ ഈ പ്രദേശത്തെ കാണുന്നത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവ കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് യൂറോപ്യൻ സ്വപ്നങ്ങളുമായി സെയൂത അതിർത്തിയിലെത്തുന്നത്. ഇതാണ് പലപ്പോഴും വൻ അതിക്രമങ്ങളിലേക്ക് വഴിമാറുന്നത്. തങ്ങളുടെ സുരക്ഷാ ഏജൻസികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നടന്ന ഈ കൂടുമാറ്റത്തിന് പിന്നിൽ സംഘടിത ശക്തികളുടെ കരങ്ങളുണ്ടോ എന്ന കാര്യവും സ്പാനിഷ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. മൊറോക്കോയുമായുള്ള അതിർത്തി നിയന്ത്രണത്തിൽ വന്ന വീഴ്ചയാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിർത്തിയിൽ നിന്ന് പിടികൂടുന്ന അഭയാർത്ഥികളെ ഉടനടി തിരിച്ചയക്കാനുള്ള നടപടികൾ സ്പാനിഷ് അധികൃതർ ആരംഭിച്ചു. എന്നാൽ മാനുഷിക പരിഗണന മുൻനിർത്തി ചില അഭയാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഈ ജനപ്രവാഹം സെയൂതയിലെ പ്രാദേശിക ഭരണകൂടത്തെയും കടുത്ത സമ്മർദ്ദത്തിലാക്കി. താൽക്കാലിക ക്യാമ്പുകളും സജ്ജീകരണങ്ങളും ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലെന്ന് പ്രാദേശിക അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. സെയൂതയിലെ നിലവിലെ പ്രതിസന്ധി ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറ്റ വിരുദ്ധ വികാരം പടരാൻ കാരണമായിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലെ വലതുപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ അതിർത്തി സുരക്ഷ കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധവും ദാരിദ്ര്യവും മൂലം ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം സമീപകാലത്ത് കുത്തനെ കൂടി. കടൽ മാർഗമുള്ള അപകടകരമായ യാത്രകളിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിർത്തി ഭേദിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സ്പെയിനിലെ കൺസർവേറ്റീവ് പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിദേശ നയത്തിലും അതിർത്തി സുരക്ഷയിലും വന്ന വീഴ്ചയാണ് രാജ്യത്തേക്ക് ആയിരങ്ങൾ ഇരച്ചുകയറാൻ കാരണമായതെന്ന് അവർ ആരോപിക്കുന്നു. തങ്ങളുടെ വിദേശ നയവും സുരക്ഷാ മാനദണ്ഡങ്ങളും അടിയന്തരമായി പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലാണ് സ്പെയിൻ സർക്കാർ. അതിർത്തിയിലെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കാനും കൂടുതൽ പെട്രോളിംഗ് നടത്താനും സ്പാനിഷ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അതിർത്തി സുരക്ഷാ ഏജൻസിയായ ഫ്രോണ്ടെക്സ് സെയൂതയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സ്പെയിനിന് ആവശ്യമായ സാങ്കേതിക സൈനിക സഹായങ്ങൾ നൽകാൻ സന്നദ്ധമാണെന്ന് യൂറോപ്യൻ കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്.
എന്നാൽ വെറും ഒരു അതിർത്തി തർക്കത്തിനപ്പുറം യൂറോപ്പിന്റെ ഭവിഷ്യത്തുകളെ നിർണയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞു. നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിൽ യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇറ്റലി ഉയർത്തിയ ഷെൻസൻ മുന്നറിയിപ്പ് മറ്റ് അയൽ രാജ്യങ്ങളെയും ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര സുരക്ഷ മുൻനിർത്തി സ്വന്തം അതിർത്തികൾ അടച്ചിടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുതിർന്നാൽ അത് യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് തിരിച്ചടിയാകും. മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും ഈ സംഭവം വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മൊറോക്കൻ അധികൃതർ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന അമർഷം സ്പെയിൻ പരസ്യമായി പ്രകടിപ്പിച്ചു. വരുന്ന ദിവസങ്ങളിൽ സെയൂത അതിർത്തിയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾക്കും കർശനമായ നിയന്ത്രണങ്ങൾക്കും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയ ഈ കുടിയേറ്റ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും യൂറോപ്പിന്റെ ഭാവി അതിർത്തി നയങ്ങൾ രൂപപ്പെടുക.